നമസ്കാരം, ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റ് ആയ ഗദ്യം എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യ മാതൃകകൾ പരിചയപ്പെടാം. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തം 3 ക്ലാസ്സുകൾ ഉണ്ടാകും. നോവൽ, ചെറുകഥ എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഗദ്യത്തിലെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള മൊഡ്യൂൾ 1 പ്രാചീന ഗദ്യം, ശാസനങ്ങൾ, ഭാഷാ കൗടില്യം ഉൾപ്പെടെയുള്ള കൃതികൾ, മിഷണറിമാരുടെ സംഭാവനകൾ, ആനുകാലികങ്ങൾ. ഒപ്പം മൊഡ്യൂൾ 2 ഇതര സാഹിത്യ രൂപങ്ങള്, ജീവചരിത്രം, ആത്മകഥ, സഞ്ചാര സാഹിത്യം, വൈജ്ഞാന കൃതികൾ, വളർച്ച, പരിണാമം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നിവ കൂടി കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ശാസനങ്ങളിൽ സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി എഴുതേണ്ടി വരുമ്പോൾ സ്വീകരിച്ചിരുന്ന ലിപി വട്ടെഴുത്ത്, കോലെഴുത്ത്, ബ്രാഹ്മിലിപി, ഗ്രന്ഥലിപി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശാസനങ്ങളിൽ സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി എഴുതേണ്ടി വരുമ്പോൾ സ്വീകരിച്ചിരുന്ന ലിപി ഏത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഏത് ലിപിയാണ് അത്? വട്ടെഴുത്താണോ, കോലെഴുത്താണോ, ബ്രാഹ്മി ലിപിയാണോ, ഗ്രന്ഥലിപിയാണോ എന്നുള്ളതാണ് അല്ലെ. അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്രന്ഥലിപിയാണ് അല്ലെ. ഗ്രന്ഥലിപിയിലാണ് ശാസനങ്ങളിൽ സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി എഴുതേണ്ടി വരുമ്പോൾ സ്വീകരിച്ചിരുന്ന ലിപി എന്നത് ഗ്രന്ഥലിപിയാണ്. ഓക്കെ, അത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും ഭാഷാ കൗടില്യം ശരിയായി പഠിച്ചാൽ പ്രാചീന ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രവേശനം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഈ നിരീക്ഷണം ആരുടേതാണ്? അല്ലെ, ഒരു നിരീക്ഷണം കൊടുത്തിരിക്കുകയാണ്. അത് ആരുടേതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും ഭാഷാ കൗടില്യം ശരിയായി പഠിച്ചാൽ പ്രാചീന ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രവേശനം ലഭിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അല്ലെ, സംശയമില്ല. ഈ നിരീക്ഷണം ആരുടേത്? ഇളംകുളം കുഞ്ഞൻപിള്ള, AC ശേഖർ, പുതുശ്ശേരി രാമചന്ദ്രൻ, K രത്നമ്മ. ആരുടെ നിരീക്ഷണമാണിത്? ഇത് ഇളംകുളത്തിന്റെ നിരീക്ഷണമാണ്. ഇളംകുളത്തിന്റെ അല്ലെ, ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ നിരീക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഭാഷാ കൗടില്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലെ ഇത് വരുന്നത്. BC 2-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന സംസ്കൃത ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അല്ലെ, അതായത് BC 2-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന സംസ്കൃത ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം എന്നുള്ളത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവും മന്ത്രിയുമായിരുന്ന ചാണക്യ അല്ലെ കൗടില്യന്റേതാണ് ഇതിന്റെ കർത്താവ്. നമുക്കറിയാം അല്ലെ, അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് ആരാണ്? കൗടില്യനാണ് അല്ലെ. അങ്ങനെ 15 അധികരണങ്ങളും 180 പ്രകരണങ്ങളുമുള്ള കൃതിയാണ് ഇത് എന്നതുകൂടി ഓർക്കുക. അർത്ഥശാസ്ത്രത്തിന്റെ മലയാള വിവർത്തനമാണ് ഭാഷാ കൗടില്യം അല്ലെ. അതായത് അർത്ഥശാസ്ത്രത്തിന്റെ മലയാള വിവർത്തനവും വ്യാഖ്യാനവുമാണ് ഭാഷാ കൗടില്യം എന്നുള്ളത് ഓർക്കുക. ഭാഷാ കൗടില്യം. ഓക്കെ, ആ ഒരു പോയിന്റ് പ്രധാനപ്പെട്ടതാണ്, അത് മറന്നുപോകരുത്. അടുത്ത ചോദ്യം നോക്കാം. അംബരീഷോപാഖ്യാനം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? അംബരീഷോപാഖ്യാനം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്പ്യാൻ തമിഴ്, ആലത്തൂർ മണിപ്രവാളം, ഭാഷാമിശ്രം. അതില് നമ്പ്യാൻ തമിഴിലാണോ, ആലത്തൂർ മണിപ്രവാളത്തിലാണോ, ഭാഷാമിശ്രത്തിലാണോ? അല്ലെ, അപ്പോൾ അംബരീഷോപാഖ്യാനം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് ഏത് ഭാഷയിലാണ്? അത് നമ്പ്യാൻ തമിഴ് ഭാഷയിലാണ് അംബരീഷോപാഖ്യാനം രചിച്ചിട്ടുള്ളത്. അല്ലെ, അംബരീഷോപാഖ്യാനത്തിന്റെ പ്രതിപാദ്യം എന്താണ്? അത് അംബരീഷോപാഖ്യാനത്തിന്റെ പ്രതിപാദ്യം എന്നത് ഏകാദശി വ്രതമാഹാത്മ്യമാണ്. അംബരീഷോപാഖ്യാനത്തിന്റെ പ്രതിപാദ്യം എന്നത് ഏകാദശി വ്രതമാഹാത്മ്യമാണ് എന്നതുകൂടി അതിന്റെ കൂടെ ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ പ്രതിപാദ്യം എന്താണ്? ഭദ്രദീപ പ്രതിഷ്ഠാവ്രത മഹാത്മ്യം, വിഷ്ണു ഭക്തി മഹാത്മ്യം, ഏകാദശി വ്രത മഹാത്മ്യം, ദേവി മഹാത്മ്യം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ബ്രഹ്മാണ്ഡ പുരാണത്തിലെ പ്രതിപാദ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ബ്രഹ്മാണ്ഡ പുരാണത്തിലെ പ്രതിപാദ്യം എന്താണ്? അത് നമുക്കറിയാം, ഭദ്രദീപ പ്രതിഷ്ഠാവ്രത മഹാത്മ്യമാണ്.
ഭദ്രദീപ പ്രതിഷ്ഠാവ്രത മഹാത്മ്യമാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ശാസന ഭാഷ തമിഴാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ ആരൊക്കെയാണ്? ശാസന ഭാഷ തമിഴാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ ആരൊക്കെയാണ്? അല്ലെ, ശാസന ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടവർ ആരൊക്കെയാണ്? ഗുണ്ടട്ടും ലോഗനും, ഗുണ്ടട്ടും എൽവിയാറും, ലോഗനും എൽവിയാറും, ലോഗനും ഇളംകുളവും. ആരാണ് ശാസന ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടത്? അത് ഗുണ്ടട്ടും വേറെ ആരാണ്? ഗുണ്ടട്ടും ലോഗനുമാണ്. ഗുണ്ടട്ടും ലോഗനുമാണ്. ഗുണ്ടട്ടും ലോഗനുമാണ് ശാസന ഭാഷ തമിഴാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ശാസന ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. ശാസന ഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിപ്രായങ്ങൾ. മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്നും പരിവർത്തനപ്പെടുത്തുന്ന നിലയിലാണ് കേരള ശാസനങ്ങളുടെ നില എന്ന് അഭിപ്രായപ്പെട്ടത് LV രാമസ്വാമി അയ്യരാൻ. അതായത് മധ്യകാലത്തിന് മുമ്പുള്ള തമിഴിൽ നിന്നും പരിവർത്തനപ്പെടുന്ന നിലയിലാണ് കേരള ശാസനങ്ങളുടെ നില എന്ന് അഭിപ്രായപ്പെട്ടത് LV രാമസ്വാമി അയ്യറാണ്. മറ്റൊരു അഭിപ്രായം നോക്കാം. ARന്റെ ഒരു അഭിപ്രായം നോക്കാം. അദ്ദേഹം പറയുന്നത് കൊടുന്തമിഴിൽ നിന്നാണ് ശാസന ഭാഷയുടെ ഉൽപ്പത്തി എന്നാണ്. കൊടുന്തമിഴിൽ നിന്നാണ് ശാസന ഭാഷയുടെ ഉൽപ്പത്തി എന്ന് ആര് അഭിപ്രായപ്പെടുന്നുണ്ട്? AR അഭിപ്രായപ്പെടുന്നുണ്ട്. AR അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഇളംകുളത്തിന്റെ അഭിപ്രായം നോക്കാം. ശാസനങ്ങളിലെ ഭാഷ ചെന്തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളമാണ്. ഇളംകുളത്തിന്റെ അഭിപ്രായം എന്താണ്? ശാസനങ്ങളുടെ ഭാഷ എന്നത് ചെന്തമിഴാണ്, ചെന്തമിഴാണെന്നാണ് ആര് പറയുന്നത്? ഇളംകുളം അഭിപ്രായപ്പെടുന്നത്. ഇളംകുളം അഭിപ്രായപ്പെടുന്നത്. അടുത്തത് മറ്റൊരു അഭിപ്രായം നോക്കാം. ഗോദവർമ്മയുടെ അഭിപ്രായം നോക്കാം. അദ്ദേഹം പറയുന്നത് ശാസന ഭാഷ തമിഴാണ്. ശാസന ഭാഷ തമിഴാണ്. രാജഭാഷയായ തമിഴിനെ പ്രമാണ രീതി സ്വീകരിച്ച് കൃത്രിമമായി തമിഴാക്കുകയായിരുന്നു എന്നാണ് ഗോദവർമ്മ അഭിപ്രായപ്പെടുന്നത്. ഗോദവർമ്മ അഭിപ്രായപ്പെടുന്നത്. ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അറിവ് നൽകുന്ന ആദ്യ ശാസനം. കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അറിവ് നൽകുന്ന ആദ്യ ശാസനം. നമ്മൾ ശാസനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഴപ്പള്ളി ശാസനവും, ഹജൂർ ശാസനവും, പാലിയം ശാസനവും, ജൂത ശാസനവും, കരുസാപ്പള്ളി ശാസനവും, തിരുവിതാംകോട്ട ശാസനവും, മാമ്പള്ളി ശാസനവും ഒക്കെ തന്നെ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ഇതിനകത്തില്ല. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അല്ലെ, കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അറിവ് നൽകുന്ന ആദ്യ ശാസനം ഏതാണ്? തരിസാപ്പള്ളി ശാസനമാണോ, ജൂത ശാസനമാണോ, പാലിയം ശാസനമാണോ, ചോക്കൂർ ശാസനമാണോ എന്നുള്ളതാണ്. അല്ലെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അറിവ് നൽകുന്ന ആദ്യ ശാസനം അത് തരിസാപ്പള്ളി ശാസനമാണ്. ഓപ്ഷൻ എ തരിസാപ്പള്ളി ശാസനമാണ്. അല്ലെ, തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോട്ടയം ചെപ്പേട് എന്നുകൂടി അറിയപ്പെടുന്ന ശാസനമാണ്. അല്ലെ, കുലശേഖര രാജാവായിട്ടുള്ള താണു രവിവർമ്മൻ പെരുമാളിനെ സാമന്തനായി വേണാട് ഭരിച്ചിരുന്ന അയ്യനടികൾ തിരുവടികൾ, അല്ലെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പേർഷ്യയിൽ നിന്ന് കുടിയേറിയ പുരോഹിത മുഖ്യനും വർക്ക പ്രമാണിയുമായിരുന്ന മാർസാപ്പിൽ ഈശോയുടെ പേരിൽ അദ്ദേഹത്തിന് തരിസാപ്പള്ളിക്ക് അനുവദിച്ച് എഴുതി കൊടുത്തിട്ടുള്ള അവകാശങ്ങളാണ് ഈ ഒരു ശാസനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെ, ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. ഇപ്പൊ തന്നെ അഞ്ചുവണ്ണം, മണിഗ്രാമം, അറുന്നൂറ്റുവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, തൊഴിൽ നികുതി, വിൽപ്പന നികുതി, വാഹന നികുതി തുടങ്ങിയവയെ കുറിച്ചുള്ള പരാമർശം കാണുന്ന ശാസനമാണ് തരിസാപ്പള്ളി ശാസനം എന്നുള്ളത്. തരിസാപ്പള്ളി ശാസനം എന്നുള്ളത് ചരിത്ര രേഖകളിലെ പരാമർശങ്ങളിലൂടെ അറിയപ്പെടുന്ന ആദ്യ വേണാട്ട് ഭരണാധികാരി അയ്യനടികൾ തിരുവടികളാണെന്ന് കൂടി ഇതിനകത്ത് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. നമുക്ക് മറ്റ് ശാസനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ച് പോയിന്റുകൾ കൂടി ഒന്ന് സംസാരിച്ചു പോകാം. വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ലഭിച്ച ഏറ്റവും പഴയ ശാസനമാണ് വാഴപ്പള്ളി ശാസനം എന്നുള്ളത്. ഹജൂർ ശാസനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കലിവർഷ സൂചനയുള്ള പഴയ ദക്ഷിണേന്ത്യൻ ശാസനമാണ് ഹജൂർ ശാസനം. ഒപ്പം തന്നെ പാലിയം ശാസനം നോക്കുകയാണെങ്കിൽ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തിന് ഭൂവിദാനം ചെയ്യുന്നതിനെ പറ്റി സൂചിപ്പിക്കുന്നു. ശ്രീമൂലവാസം ചെപ്പേടുകൾ എന്നുകൂടി അതിനെ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. ജൂതശാസനം നമ്മൾ പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മയാണ്. പിന്നീട് മാമ്പള്ളി ശാസനമാണ്, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനമാണ്, ശ്രീവല്ലഭൻ ഗോതയുടേതാണ്. അല്ലെ, അത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ ഒന്ന് ഒടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് വരുന്നത്. കൊല്ലവർഷം ആദ്യമായി ഉപയോഗിച്ച രേഖ. കൊല്ലവർഷം ആദ്യമായി ഉപയോഗിച്ച രേഖ പാലിയം ശാസനം. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. പാലിയം ശാസനം, മാമ്പള്ളി ശാസനം, ചോക്കൂർ ശാസനം, തിരുവല്ല ശാസനം. ഏത് ശാസനമാണ്? ഏത് ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അത് മാമ്പള്ളി ശാസനമാണ്. ഓപ്ഷൻ ബി മാമ്പള്ളി ശാസനമാണ് അല്ലെ. കൊല്ലവർഷം ആദ്യമായി ഉപയോഗിച്ച രേഖ മാമ്പള്ളി ശാസനമാണ്. മാമ്പള്ളി ശാസനം. ഇത് വേണാട്ട് രാജാക്കന്മാരുടെ പനങ്കാവിൽ കൊട്ടാരത്തെ പറ്റിയിട്ടുള്ള പരാമർശമൊക്കെ തന്നെ ഈ മാമ്പള്ളി ശാസനത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് കൂടി മറക്കാതെ ഇരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നമ്മളൊരു ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഈ ശാസനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചേരുംപടി ചേർക്കൽ ചോദ്യമാണുള്ളത്. പട്ടിക 1ഉം 2ഉമായി ബന്ധപ്പെട്ടത് അല്ലെ. വാഴപ്പള്ളി ശാസനം, തരിസാപ്പള്ളി ശാസനം, അവിട്ടത്തൂർ ശാസനം, തിരുനെല്ലി ശാസനം തുടങ്ങിയിട്ടുള്ള ശാസനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ആളുകളെ പട്ടിക 2ൽ സാണുരവി, രാജശേഖരൻ, ഭാസ്കര രവി ഒന്നാമൻ, കോതരവി തുടങ്ങിയിട്ടുള്ളവരെ പറ്റി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പട്ടിക 1ൽ നോക്കി കണ്ടുപിടിക്കണം അല്ലെ. പട്ടിക 1ഉം 2ഉമായിട്ട് ചേരുംപടി ചേർക്കണം. ശരി, നമുക്ക് നോക്കാം അല്ലെ. വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ വാഴപ്പള്ളി ശാസനത്തെ പറ്റി. വാഴപ്പള്ളി ശാസനം ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് വാഴപ്പള്ളി ശാസനം രാജശേഖരനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. രാജശേഖരനുമായി ബന്ധപ്പെട്ടതാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം. അപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ഇത്തരത്തിൽ ചേരുംപടി ചേർക്കുവാനുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നമുക്കറിയാവുന്ന ഭാഗങ്ങൾ നേരത്തെ ചേരുംപടി ചേർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 1ഓ 2ഓ ഒക്കെ നമുക്ക് ഇതിന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ A2 എന്നുള്ളതാണ്. A2 എന്നുള്ളതാണ് അല്ലെ. A2 വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും A3 വരുന്ന ബി ഓപ്ഷൻ കട്ട് ചെയ്യാം. A3 വരുന്ന ബി ഓപ്ഷൻ കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് എയും സിയും ആണ് അല്ലെ. ഇതിൽ ഏതോ ഒന്നാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത നോക്കാം. ബി തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം ആരുടേതാണ്? തരിസാപ്പള്ളി ശാസനം നമ്മൾ തൊട്ട് മുന്നേ സംസാരിച്ചിരുന്നു. ആരുടേതാണ്? സ്ഥാണുരവി അല്ലെ. സ്ഥാണുരവി. യെസ്, സ്ഥാണുരവി. അങ്ങനെയെങ്കിൽ B1 വരുന്ന ഓപ്ഷൻ യെസ് ഏതാണ്? അത് ഓപ്ഷൻ എ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് സിയും അല്ല, സിയും വെട്ടാം. സിയും നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് സി, അത് അവിട്ടത്തൂർ ശാസനമാണ്. അവിട്ടത്തൂർ ശാസനം കോതരവി. അടുത്തത് തിരുനെല്ലി ശാസനം ഭാസ്കര രവി ഒന്നാമൻ. ഇങ്ങനെയാണ് നമ്മൾ ചേരുംപടി വേഗം നമ്മൾ ഇത്തരത്തിൽ കണ്ടെത്തുക എന്നുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കൊമ്പേന്തി, കോമ്പേന്തി എന്നീ പേരുകളിൽ കേരളീയ കത്തോലിക്കരുടെ ഇടയിൽ അറിയപ്പെടുന്ന കൃതി ഏതാണ്? കൊമ്പേന്തി, കോമ്പേന്തി എന്നീ പേരുകളിൽ കേരളീയ കത്തോലിക്കരുടെ ഇടയിൽ അറിയപ്പെടുന്ന കൃതി സംക്ഷേപവേദാർത്ഥം, വേദതർക്കം, സത്യവാദഖേടം, വർത്തമാന പുസ്തകം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അത് ഏതാണ്? കൊമ്പേന്തി, കോമ്പേന്തി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന കേരളീയ കത്തോലിക്കരുടെ ഇടയിൽ അറിയപ്പെടുന്ന കൃതി ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥമാണ് അല്ലെ. സംക്ഷേപ വേദാർത്ഥം നമുക്കറിയാം ക്ലെമന്റ് പിയാനോയിസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെതാണ്. പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പ്രഥമ മലയാള കൃതിയാണ് സംക്ഷേപ വേദാർത്ഥം എന്നുള്ളത് അല്ലെ. പൂർണ്ണമായ രൂപത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള പ്രഥമ മലയാള കൃതിയാണ് സംക്ഷേപ വേദാർത്ഥം. ക്ലമന്റ് പിയാനിയസ് അല്ലെ. ക്ലമന്റ് പിയാനിയസ് എന്ന ഇറ്റാലിയൻ മിഷണറിയാണ് സംക്ഷേപ വേദാർത്ഥത്തിന്റെ കർത്താവ്. സംക്ഷേപ വേദാർത്ഥത്തിന്റെ കർത്താവ് അല്ലെ. ഇതിന് ശരിയായിട്ടുള്ളൊരു പേര് എന്താണ്? നസ്രാണികൾ ഒക്കക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം എന്നാണ് ഈ കൃതിയുടെ ശരിയായിട്ടുള്ള പേര്. സംക്ഷേപ വേദാർത്ഥത്തിന്റെ ശരിയായ പേരെന്താണ്? നസ്രാണികൾ ഒക്കക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം എന്നാണ് ഈ കൃതിയുടെ ശരിയായ പേര് എന്നത്. ഇതിൽ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് കൃതി രചിച്ചിട്ടുള്ളത് എന്നതുകൂടി ഓർക്കുക. ക്രിസ്തു മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളും ആത്മീയ തത്വങ്ങളും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശം ഈ ഒരു കൃതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഗ്രന്ഥകാരന്റെ ചൈതന്യം വ്യക്തമായി പ്രതിഫലിക്കുന്ന ശൈലി ആദ്യമായി മലയാള ഗദ്യത്തിൽ കാണുന്നു എന്ന് N കൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് ഏത് കൃതിയെയാണ്? ഗ്രന്ഥകാരന്റെ ചൈതന്യം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ശൈലി ആദ്യമായി മലയാള ഗദ്യത്തിൽ കാണുന്നു എന്ന് N കൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് ഏത് കൃതിയെയാണ്? ഏത് കൃതിയെയാണ്? ഭാഷാ കൗടില്യം, വർത്തമാന പുസ്തകം, സംക്ഷേപ വേദാർത്ഥം, വേദതർക്കം. ഏതാണ്?
ഗ്രന്ഥകാരന്റെ ചൈതന്യം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്ന ശൈലി ആദ്യമായി മലയാള ഗദ്യത്തിൽ കാണുന്നു എന്ന് എൻ കൃഷ്ണപിള്ള വിശേഷിപ്പിക്കുന്നത് ഏത് കൃതിയെയാണ് എന്നുള്ളതാണ് അല്ലെ. അത് ഏത് കൃതിയാണ്? അത് ഭാഷാകൗഡ്ലീയമാണോ, വർത്തമാന പുസ്തകമാണോ, സംക്ഷേപ വേദാർത്ഥമാണോ, വേദതർക്കമാണോ? അത് വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകമാണ്. ഓപ്ഷൻ ബി, വർത്തമാന പുസ്തകം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. എ അയ്യപ്പന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവയിൽ ഏതാണ്? എ അയ്യപ്പന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവയിൽ ഏതാണ്? എ അയ്യപ്പന്റെ ഓർമ്മക്കുറിപ്പുകൾ നോക്കാം. ഓപ്ഷൻസ് നോക്കാം. റെറ്റിനയിൽ പതിഞ്ഞ കാഴ്ചകൾ, തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി, ചിത്തരോഗാശുപത്രിയിലെ ദിവസങ്ങൾ, ബലിക്കുറിപ്പുകൾ. ഏതാണ് എ അയ്യപ്പന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് അല്ലെ. എ അയ്യപ്പന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് അത്? ഓപ്ഷൻ ബി ആണ്. തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി. തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി എ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അല്ലെ. അടുത്ത നോക്കാം. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത്. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെ ആത്മകഥയാണ്? തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് അല്ലെ. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെ ആത്മകഥയാണ്? ടി പത്മനാഭൻ, പി കെ ബാലകൃഷ്ണൻ, സി രാധാകൃഷ്ണൻ, കെ പി അപ്പൻ. ആരുടേതാണ്? അത് കെ പി അപ്പന്റെ ആത്മകഥയാണ്. കെ പി അപ്പന്റെ ആത്മകഥയാണ്. കെ പി അപ്പന്റെ ആത്മകഥയാണ് തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് അല്ലെ. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് ആരുടെ ആത്മകഥയാണ്? കെ പി അപ്പന്റെതാണ് അല്ലെ. കെ പി അപ്പന്റെതാണ്. ഈ സമയത്ത് തന്നെ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ഇത് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇനിയും കുറച്ച് ദിവസമുള്ളൂ അല്ലെ. ഒരു 8 ദിവസം കൂട്ടിയാൽ മതി. 9 ദിവസം ഉണ്ടെങ്കിൽ പോലും ഒരു 8 ദിവസം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇനി കൂട്ടിയാൽ മതി. നമ്മൾ എന്തായാലും ഒരു മാരത്തോൺ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് കഥയല്ല, കവിതയല്ല, നിരൂപണമല്ല. കഴിഞ്ഞുപോയ ജീവിതകാലത്തിന്റെ സ്മരണകൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്ത ചില നുറുങ്ങുകൾ മാത്രം. ഈ പ്രസ്താവം ആരുടേതാണ്? ഇത് കഥയല്ല, കവിതയല്ല, നിരൂപണമല്ല. കഴിഞ്ഞുപോയ ജീവിതകാലത്തിന്റെ സ്മരണകൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്ത ചില നുറുങ്ങുകൾ മാത്രം. ഈ പ്രസ്താവം ആരുടെ? കെ പി കേശവമേനോൻ, തോപ്പിൽ ഭാസി, ലളിതാംബിക അന്തർജനം, ചെറുകാട്. ആരുടേതാണ്? അത് കെ പി കേശവമേനോന്റേതാണോ, തോപ്പിൽ ഭാസിയുടേതാണോ, ലളിതാംബിക അന്തർജനത്തിന്റേതാണോ, ചെറുകാടിന്റേതാണോ എന്നുള്ളതാണ് അല്ലെ. ആരുടേതാണിത്? ലളിതാംബിക അന്തർജനത്തിന്റെ ഒരു പ്രസ്താവനയാണ് അല്ലെ. ലളിതാംബിക അന്തർജനത്തിന്റെ ഒരു പ്രസ്താവനയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി, അടുത്ത ചോദ്യം. ഞാനൊരു അമ്പലവാസിയാണ്. നമ്പൂതിരിമാർ ഇല്ലപ്പേർ സ്വന്തമായി ഉപയോഗിക്കുന്നത് പോലെ അതൊരു മാന്യതയാണെന്ന് വിശ്വസിച്ച് എന്റെ വീട്ടുകാർ തൂലികാനാമമായി ഉപയോഗിക്കാൻ തുടങ്ങി. തൂലികാനാമമായി ഉപയോഗിക്കാൻ തുടങ്ങി അല്ലെ. ഏതിൽ നിന്ന് എന്നുള്ളതാണ്. ഏതിൽ നിന്ന് എന്നുള്ളതാണ് ചോദ്യം. അത് മനസാ സ്മരാമി, ജീവിതപാത, കാവ്യലോകം, കൊഴിഞ്ഞ ഇലകൾ. ഏതാണ്? അത് ജീവിതപാതയാണ് അല്ലെ. ആരുടേതാണ് ജീവിതപാത? ചെറുകാടിൻ്റെതാണ് അല്ലെ. ചെറുകാടിൻ്റെതാണ് ജീവിതപാത. ജീവിതപാത ആരുടേതാണ്? ചെറുകാടിൻ്റെതാണ് ജീവിതപാത. ഓക്കെ, അത് ഓർക്കുക കേട്ടോ. ജീവിതപാത ചെറുകാടിൻ്റെതാണ്. ജീവിതം എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ആത്മകഥ ആരുടേതാണ്? ജീവിതം എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെ. ആത്മകഥയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ജീവിതം എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഗ്രേസി, ചന്ദ്രമതി, സാവിത്രി രാജീവൻ, വിജയലക്ഷ്മി. ആരുടേതാണ്? ഗ്രേസിയുടേതാണോ, ചന്ദ്രമതിയുടേതാണോ, സാവിത്രി രാജീവന്റേതാണോ, വിജയലക്ഷ്മിയുടേതാണോ എന്നുള്ളതാണ്. ആരുടേതാണിത്? സാവിത്രി രാജീവൻ അല്ലെ. ജീവിതം എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ സാവിത്രി രാജീവൻ. ഓപ്ഷൻ സി ആണ് സാവിത്രി രാജീവൻ. ഇത് 2008 ജൂണില് ഭാഷാഭൂഷണിയിലാണ് ഈ ഒരു ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ആത്മകഥകൾ കൂടി ഒന്ന് പരിചയപ്പെട്ടു പോകാം. കഴിഞ്ഞ കാലം അത് കെ പി കേശവമേനോന്റേതാണ്. കണ്ണീരും കിനാവും പി ടി ഭട്ടതിരിപ്പാടിൻ്റെത്. ഓർമ്മക്കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടേതാണ്. കർമ്മഗതി എം കെ സാനു കർമ്മഗതി ഓർത്തു വെക്കണം. എം കെ സാനു കർമ്മഗതി. ആത്മായനം മുനി നാരായണ പ്രസാദിൻ്റെതാണ്. എന്റെ നാടക സ്മരണകൾ പി ജെ ആന്റണിയുടേതാണ്. എന്റെ നാടക സ്മരണകൾ പി ജെ ആന്റണി. അതുപോലെ തന്നെ
ചിരിക്കു പിന്നിൽ ഇന്നസെന്റിന്റേതാണ്. ചിരിക്കു പിന്നിൽ ഇന്നസെന്റിന്റെ ആത്മകഥയാണ്. കള്ളൻ എന്നുള്ള ആത്മകഥയുണ്ട്. മണിയൻ പിള്ളയുടേതാണ്. മല്ലികാ വസന്തം വിജയരാജ മല്ലികയുടേതാണ്. മല്ലികാ വസന്തം വിജയരാജ മല്ലികയുടേതാണ്. കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം കല്ലേൽ പൊക്കുടൻ അല്ലെ, കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം കല്ലേൽ പൊക്കുടൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്ത്രൈണം ആരുടെ ആത്മകഥയാണ്? സ്ത്രൈണം ആരുടെ ആത്മകഥയാണ്? സ്ത്രൈണം ആരുടെ ആത്മകഥയാണ്? കലാമണ്ഡലം ഗോപി, വാഴയങ്കട കുഞ്ചുനായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഹൈദരാലി. ആരുടേതാണ് സ്ത്രൈണം? സ്ത്രൈണം എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ്? അത് കോട്ടയ്ക്കൽ ശിവരാമന്റേതാണ്. കോട്ടയ്ക്കൽ ശിവരാമൻ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആഫ്രിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. കേരളത്തിലെ ആഫ്രിക്ക ഇത് ആരുടെ ഗ്രന്ഥമാണ്? കെ രമേശൻ, എസ് കെ പൊറ്റക്കാട്, കെ പാനൂർ, തുമ്മാർ ചൂണ്ടൽ. ആരുടേതാണ്? കേരളത്തിലെ ആഫ്രിക്ക അത് കെ പാനൂരിൻ്റെതാണ്. കേരളത്തിലെ ആഫ്രിക്ക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ഹൃദയപ്രിയ എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഏതാണ്? ഹൃദയപ്രിയ എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഹൃദയപ്രിയ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്. അതിന്റെ രചയിതാവ് ആരാണ്? കോന്നി നെടുങ്ങാടി, സർദാർ കെ എം പണിക്കർ, വൈക്കത്ത് പാച്ചുമൂത്തത്, APP നമ്പൂതിരി. ആരുടേതാണത്? ഹൃദയപ്രിയ. അത് ഹൃദയപ്രിയ ആരുടേതാണ്? വൈക്കത്ത് പാച്ചുമൂത്തത്. അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഹൃദയപ്രിയ. ആരോഗ്യ ചിന്താമണി എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ആരോഗ്യ ചിന്താമണി എന്ന വൈദ്യശാസ്ത്രത്തിന്റെ രചയിതാവ് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ, ഉള്ളൂർ ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി, വള്ളത്തോൾ. ആരാണ് ആരോഗ്യ ചിന്താമണി എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ്? അത് മറ്റാരുമല്ല, അത് വള്ളത്തോളാണ്. വള്ളത്തോളിൻ്റെതാണ് ആരോഗ്യ ചിന്താമണി എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥം. പ്രശസ്തരായ ഒരു കൂട്ടം സ്ത്രീകളുടെ ജീവചരിത്രമായ പെൺകാലങ്ങൾ രചിച്ചത് ആരാണ്? പ്രശസ്തരായ ഒരു കൂട്ടം സ്ത്രീകളുടെ ജീവചരിത്രമായ പെൺകാലങ്ങൾ രചിച്ചത് ആര്? ഗീത, സജിത മഠത്തിൽ, CS ചന്ദ്രിക, CS സുജാത. ആരുടേതാണ്? പ്രശസ്തരായ ഒരു കൂട്ടം സ്ത്രീകളുടെ ജീവചരിത്രമായിട്ടുള്ള പെൺകാലങ്ങൾ ആരുടേതാണ്? അത് ഗീതയുടേതാണ്. ഓപ്ഷൻ എ ഗീത അല്ലെ, ഗീതയുടേതാണ് പെൺകാലങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് നോക്കാം. ടോൾസ്റ്റോയുടെ കഥ, ദസ്തയോസ്കിയുടെ കഥ എന്നീ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചത് ആരാണ്? അത് കെ സുരേന്ദ്രനാണ്. ഓക്കെ, കെ സുരേന്ദ്രനാണ്. ഏതൊക്കെയാണ്? ടോൾസ്റ്റോയുടെ കഥ, ദസ്തയോസ്കിയുടെ കഥ എന്നീ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചത് കെ സുരേന്ദ്രനാണ്. ഓക്കെ, കെ സുരേന്ദ്രൻ. ഞാൻ അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ എഴുതാത്തത്. ഓക്കെ, ശരി. അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം. ഐൻസ്റ്റീന്റെ കഥ AR രാജരാജവർമ്മ എന്നീ ജീവചരിത്രങ്ങൾ രചിച്ചത്. ഐൻസ്റ്റീന്റെ കഥ AR രാജരാജവർമ്മ എന്നീ ജീവചരിത്രങ്ങൾ രചിച്ചത് ആരാണ്? M രാജരാജവർമ്മ, എഴുമറ്റൂർ രാജരാജവർമ്മ, കേസരി A ബാലകൃഷ്ണപിള്ള, PV വേലായുധൻ പിള്ള. ആരാണ്? ഐൻസ്റ്റീന്റെ കഥ AR രാജരാജവർമ്മ എന്നീ ജീവചരിത്രങ്ങൾ രചിച്ചത് മറ്റാരുമല്ല, PV വേലായുധൻ പിള്ളയാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. തിരകൾ തിരയുന്നത് തീരമല്ല, തീരമണയുമ്പോൾ അവ തകരുന്നു എന്ന് മാത്രം. തിരയുന്നതിന്റെ വേദന എപ്പോഴും നിലനിൽക്കുന്നു. കടലിന്റെ ഇരമ്പലിൽ ആ വേദനയുടെ വിലാപമല്ലേ കേൾക്കുന്നത്. കടൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വിചാരമാണോ കുമാരന്റെ മനസ്സിൽ ഉണർന്നത്? ആയിരിക്കണം. ഇങ്ങനെ ആരംഭിക്കുന്ന ജീവചരിത്ര ഗ്രന്ഥമേത്? അല്ലെ, ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ഇങ്ങനെ ആരംഭിക്കുന്ന ജീവചരിത്ര ഗ്രന്ഥം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉറങ്ങാത്ത മനീഷി, അസ്തമിക്കാത്ത വെളിച്ചം, ഏകാന്ത വീതിയിലെ അവധൂതം, മൃത്യുഞ്ജയം, കാവ്യജീവിതം. അല്ലെ, അപ്പോൾ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കാം. ഉറങ്ങാത്ത മനീഷി, അസ്തമിക്കാത്ത വെളിച്ചം,
ഏകാന്ത വീഥിയിലെ അവധൂതൻ, മൃത്യുഞ്ജയം, കാവ്യജീവിതം. അല്ലെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇങ്ങനെ ആരംഭിക്കുന്ന ജീവചരിത്ര ഗ്രന്ഥം ഏത് എന്നുള്ളതാണ് അല്ലെ. അത് MK സാനുവിന്റെ അദ്ദേഹം രചിച്ചിട്ടുള്ള മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നുള്ളതാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം MK സാനു ആണ്. MK സാനുവിന്റെ അദ്ദേഹം രചിച്ചിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ്. ജോർജ് ഓണക്കൂർ രചിച്ച മണൽക്കാറ്റിന്റെ ശബ്ദം ആരുടെ ജീവചരിത്രമാണ്? ജോർജ് ഓണക്കൂർ രചിച്ച മണൽക്കാറ്റിന്റെ ശബ്ദം ആരുടെ ജീവചരിത്രമാണ്? ആരുടെ ജീവചരിത്രമാണ്? ബഷീർ, MB പോൾ, CJ തോമസ്, ജോസഫ് മുണ്ടശ്ശേരി. ആരുടേതാണ്? ബഷീറിന്റേതാണോ, MB പോളിന്റേതാണോ, CJ തോമസിന്റേതാണോ, ജോസഫ് മുണ്ടശ്ശേരിയുടേതാണോ? അല്ലെ, ആരുടേതാണ്? അത് CJ തോമസിന്റെ ജീവചരിത്രമാണ്. CJ തോമസിന്റെ ജീവചരിത്രമാണ്. ജോർജ് ഓണക്കൂർ രചിച്ച മണൽക്കാറ്റിന്റെ ശബ്ദം, മണൽക്കാറ്റിന്റെ ശബ്ദം ആരുടെ ജീവചരിത്രമാണ്? CJ തോമസിന്റെ ജീവചരിത്രമാണ്. CJ തോമസിന്റെ ജീവചരിത്രമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ മുക്തകണ്ഠം VKN, മുക്തകണ്ഠം VKN എന്ന ജീവചരിത്രത്തിന്റെ കർത്താവ് K രഘുനാഥനാണ്. മുക്തകണ്ഠം VKN എന്ന ജീവചരിത്രത്തിന്റെ കർത്താവ് K രഘുനാഥൻ. രാജ്യദ്രോഹിയായ രാജ്യസ്നേഹി ആരുടെ ജീവചരിത്രം എഴുതിയത് ആരാണ്? രാജ്യദ്രോഹിയായ രാജ്യസ്നേഹി എന്നത് ആരുടെ ജീവചരിത്രമാണ്? ആരാണ് എഴുതിയത്? അല്ലെ, T വേണുഗോപാൽ രചിച്ചിട്ടുള്ള ജീവചരിത്രമാണ്. ഇത് ആരുടേതാണ്? സ്വദേശാഭിമാനിയുടെ ജീവചരിത്രമാണ്. സ്വദേശാഭിമാനിയുടെ ജീവചരിത്രമാണ്. T വേണുഗോപാലാണ് ഇത് രചിച്ചിട്ടുള്ളത്. സ്വദേശാഭിമാനിയുടെ ജീവചരിത്രമാണ്. എന്ത്? രാജ്യദ്രോഹിയായ രാജ്യസ്നേഹി. അല്ലെ, MB പോളിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൾ റോസി തോമസ് എഴുതിയിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ് ഉറങ്ങുന്ന സിംഹം. ഉറങ്ങുന്ന സിംഹം. MB പോളിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൾ റോസി തോമസ് എഴുതിയിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ് ഉറങ്ങുന്ന സിംഹം. ആരെ കുറിച്ച്? MB പോളിനെ കുറിച്ച് മകൾ എഴുതിയതാണ്. CJ തോമസ് ഇരുട്ടുകീറുന്ന വജ്രസൂചി, ഈ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? MK സാനുവാണ്. CJ തോമസ് ഇരുട്ടുകീറുന്ന വജ്രസൂചി, അല്ലെ, അങ്ങനെയുള്ള ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? MK സാനുവാണ്. MK സാനുവാണ്. ഓക്കെ, അടുത്ത ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകമാണെന്ന അഭിപ്രായം പോൾ മണലിൽ ചോദ്യം ചെയ്തു. ഏത് കൃതിക്കാണ് അദ്ദേഹം പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത്? നമ്മുടെ നെറ്റ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ സാധ്യതയുണ്ട് അല്ലെ. HSA, HSST ഒക്കെ നമുക്കിതിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകമാണെന്ന അഭിപ്രായം പോൾ മണലിൽ ചോദ്യം ചെയ്തു. ഏത് കൃതിക്കാണ് അദ്ദേഹം പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത്? ഏത് കൃതിക്കാണ്? രാമേശ്വര യാത്ര, ഊർസ്ലേം യാത്രാ വിവരണം, എന്റെ റോമൻ യാത്ര, കാശി യാത്ര റിപ്പോർട്ട്. കാശി യാത്ര റിപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ശരിയായ ഉത്തരം ഏതാണ്? ഊർസ്ലേം യാത്രാ വിവരണത്തിനാണ് അദ്ദേഹം പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത്. അല്ലെ, പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത് ഊർസ്ലേം യാത്രാ വിവരണത്തിനാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊർസ്ലേം യാത്രാ വിവരണം എന്താണ്? പരിമല തിരുമേനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രോപോലിത്ത താൻ നടത്തിയിട്ടുള്ള യെരുശലേം സന്ദർശനത്തെ കുറിച്ച് അതേ വർഷം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതിയാണ് ഊർസ്ലേം യാത്രാ വിവരണം എന്നുള്ളത്. ഊർസ്ലേം യാത്രാ വിവരണം എന്നുള്ളത്. അടുത്തൊരു ചോദ്യം, നമുക്ക് ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടി നോക്കാം. ചേരുംപടിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി നോക്കാം. രാമേശ്വര യാത്ര, സംഗമേശ യാത്ര, മദിരാശി യാത്ര, അഷ്ടമി യാത്ര, അല്ലെ, ഇത് ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, നടുവത്ത് അച്ഛൻ നമ്പൂതിരി, KC നാരായണൻ നമ്പ്യാർ, വെൺമണി മഹൻ നമ്പൂതിരി, വെൺമണി അച്ഛൻ നമ്പൂതിരി. നമ്മൾ ചേരുംപടി ചേർക്കണം. നമുക്ക് ഓപ്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരം അറിയാമെങ്കിൽ, ഏഴ് ഉത്തരം നമുക്കറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള മുഴുവൻ ഉത്തരവും കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെ, രാമേശ്വര യാത്ര ആരുടേതാണ്? രാമേശ്വര യാത്ര അത് വെൺമണി അച്ഛൻ്റെതാണോ വെൺമണി മഹന്റേതാണോ? അല്ലെ, ആരുടേതാണ്? അത് വെൺമണി അച്ഛൻ നമ്പൂതിരിയുടേതാണ്. രാമേശ്വര യാത്ര, രാമേശ്വര യാത്ര. യെസ്, AD ആയിട്ട് വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. അല്ലെ, ഓപ്ഷൻ AD ആയിട്ട് വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഉത്തരത്തിലെത്തി. അല്ലെ, ഒറ്റ ചോദ്യത്തിന് ഉത്തരം വെച്ച് നമ്മൾ ഇത് നാലിന്റെയും ചേരുംപടി ചേർക്കാൻ കഴിഞ്ഞു. അല്ലെ, സംഗമേശ യാത്ര ആരുടേതായിരുന്നു? വെൺമണി മഹൻ നമ്പൂതിരിയുടേതാണ് സംഗമേശ യാത്ര. അടുത്ത് നോക്കാം.
മദിരാശി യാത്ര ആരുടേതാണ്? KC നാരായണൻ നമ്പ്യാർ. മദിരാശി യാത്ര. അടുത്ത അഷ്ടമി യാത്ര നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടേതാണ്. നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടേതാണ് അല്ലെ? ഓക്കെ. മദിരാശി യാത്ര ആരുടേതാണ്? മദിരാശി യാത്ര കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മറ്റൊരു ഇതുണ്ട്. മദിരാശി യാത്ര എന്നുള്ളൊരു കൃതിയുണ്ട്. കാശി യാത്ര പാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണി അച്ഛൻ്റെതാണ്. കാശി യാത്ര പാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണി അച്ഛൻ്റെതാണ്. കുംഭകോണ യാത്ര ആരുടേതാണ്? ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോന്റേതാണ് കുംഭകോണ യാത്ര. യാത്രാചരിതം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ്. യാത്രാചരിതം എന്നുള്ളത്. യാത്രാചരിതം. ശരി, അടുത്ത ചോദ്യം. ബുദ്ധന്റെ ശ്രുതിഭാജനവും നെയ്തലിലെ കടലാമകളും എന്ന യാത്രാ വിവരണം രചിച്ചതാരാണ്? ബുദ്ധന്റെ ശ്രുതിഭാജനവും നെയ്തലിലെ കടലാമകളും എന്ന യാത്രാ വിവരണം രചിച്ചത് ആര്? MG ശശിഭൂഷൺ, ആശാ മേനോൻ, സച്ചിദാനന്ദൻ, SK പൊറ്റക്കാട്. ആരുടേതാണ് ഈ ഒരു യാത്രാ വിവരണം? അത് ആശാ മേനോന്റേതാണ് ഈ ഒരു യാത്രാ വിവരണം. ഓക്കെ, അത് ഓർക്കുക. ആമസോണും കുറെ വ്യാകുലതകളും ഹൈമവത ഭൂവിൽ അല്ലെ, ഇതാരുടേതാണ്? നമുക്കറിയാം MB വീരേന്ദ്രകുമാറിന്റേതാണ്. ആമസോണും കുറെ വ്യാകുലതകളും ഹൈമവത ഭൂവിൽ അല്ലെ, ഹൈമവത ഭൂവിൽ എന്നുള്ളത് ആരുടേതാണ്? MB വീരേന്ദ്രകുമാറിന്റേതാണ് അല്ലെ. വോൾഗയിൽ മഞ്ഞ് പെയ്യുന്നു എന്ന യാത്രാ വിവരണം ആരുടേതാണെന്ന് അറിയുമോ? വോൾഗയിൽ മഞ്ഞ് പെയ്യുന്നു, അത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടേതാണ്. വോൾഗയിൽ മഞ്ഞ് പെയ്യുന്നു എന്ന് പറയുന്ന യാത്രാ വിവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും സെറ്റാക്കാൻ മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ നെറ്റ് മലയാളം ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ സെറ്റ് മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ സെറ്റ് മലയാളം ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ കാണാൻ കഴിയും. ഒപ്പം തന്നെ HST ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ നമ്മുടെ സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപകാരപ്പെടും. അതുകൊണ്ട് മലയാളം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ രണ്ട് സെഷൻ ക്ലാസ്സുകളും ഉപകാരപ്പെടും. മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ഒരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി.